أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون فريقا هدى وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാകുന്നു: നീ പറയുക, എൻ്റെ നാഥൻ നീതിപൂർവം പ്രവർത്തിക്കുന്നതിന് കൽപ്പിച്ചിരിക്കുന്നു. ഓരോ ആരാധനാ സ്ഥലത്തും നിങ്ങളുടെ ശ്രദ്ധ നേരെ നിർത്തുക. കീഴ്വണക്കം അവന് മാത്രം അർപ്പിച്ചുകൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൻ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചതുപോലെ അവനിലേക്ക് നിങ്ങൾ മടങ്ങുന്നതുമാണ്. മരണത്തിന് ശേഷം ഒരു വിഭാഗത്തെ അവൻ നേർവഴിയിലേക്ക് നയിച്ചു, എന്നാൽ മറ്റൊരു വിഭാഗമാകട്ടെ ദുർമാർഗം അവർക്ക് അർഹമായിരിക്കുന്നു. തീർച്ചയായും അവൻ അള്ളാഹുവിനെ വിട്ട് പിശാചുക്കളെ സുഹൃത്തുക്കളായിരിക്കുകയാണ്. എന്നിട്ട് തങ്ങളാണ് സന്മാർഗത്തിൽ ചരിക്കുന്നവരെന്ന് അവർ ധരിക്കുകയും ചെയ്യുന്നു. അല്ലയോ ആദം സന്തതികളെ, നിങ്ങളുടെ ആരാധനയുടെ ഓരോ സ്ഥലത്തും നിങ്ങളുടെ അലങ്കാരം സ്വീകരിച്ചു കൊള്ളുക. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുവിൻ, എന്നാൽ ഒരിക്കലും അമിതത്വമാകരുത്. നിശ്ചയമായും അമിതത്വം പ്രവർത്തിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് അള്ളാഹു നിങ്ങൾക്ക് പള്ളി ഉദ്ഘാടനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. ഇവിടെ ആദ്യം പള്ളി എന്ന നിലയിൽ ഒരു ഹാളായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ പള്ളി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ വളരെ മനോഹരമായ നല്ലൊരു പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിലും വലിയ പള്ളിയാണിത്. അള്ളാഹു ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുകൊണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ പള്ളിയോടുള്ള കടമകൾ നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനുള്ളത് മാത്രമാകാനും. ആരാണ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്നത്? അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ അതേപോലെ ഒരു ഭവനം നിർമ്മിക്കുന്നതുമായിരിക്കും എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്നും അനുഗ്രഹം സിദ്ധിക്കുന്നവർ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ ജോലികൾ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം അവസാനിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി തീരുക. അവൻ്റെ ആരാധനയുടെ കടമകൾ നിർവഹിക്കുന്നവനായി മാറണം. സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുന്നവനായി മാറണം.
വിശ്വസ്തയോടും കൂറോടും കൂടി ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നവരാകണം. ബയ്യത്തിന്റെ കടമകൾ നിർവഹിക്കുന്നവനാകണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനും കാലത്തിന്റെ ഇമാമുമായ വ്യക്തിയിൽ വിശ്വസിച്ച നാം ഭാഗ്യവാന്മാരാണ്. ഹജരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ ചേർന്നതിനാൽ നമുക്ക് മേൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ ജോലികൾ ആ മഹാത്മാവിന്റെ ബയ്യത്തിൽ പ്രവേശിച്ചതിനു ശേഷം അവസാനിക്കുന്നൊന്നല്ല, മറിച്ച് നേരത്തേതിലും വർദ്ധിക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അവകാശികളായി മാറുകയുള്ളൂ. ചുരുക്കത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മളിലെ ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. മസ്ജിദിനെ ജനനിബിഡമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരസ്പരം സ്നേഹത്തോടെ കഴിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരസ്പര സഹോദര്യത്തിൻ്റെ സന്ദേശം ലോകത്ത് പരത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇസ്ലാമിൻ്റെ സുന്ദര അധ്യാപനങ്ങളുടെ സന്ദേശം ലോകത്ത് പരത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിരന്തരം ദുആകൾ മുഖേന നമ്മുടെ പരിഷ്കരണത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ തലമുറകളുടെ പരിഷ്കരണത്തിന് വേണ്ടി ചിന്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മസ്ജിദിന്റെ കടമകൾ യഥാവിധി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരു സന്ദർഭത്തിൽ പറയുന്നു, എവിടെയെങ്കിലും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ മസ്ജിദ് പണി കഴിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ മസ്ജിദ് ഉണ്ടാക്കിയത് കൊണ്ട് പ്രത്യക്ഷത്തിൽ ഈ പ്രദേശത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ചില അയൽക്കാർ ഇവിടെ വന്നിട്ടുമുണ്ടായിരുന്നു. അവർ നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ വന്നതുകൊണ്ട് തിരക്കും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അടുത്തുള്ള ഒരു അയൽവാസി ഏതാനും ദിവസം മുമ്പ് വന്നിട്ട് പറയുകയുണ്ടായി, നിങ്ങളുടെ അയൽവാസിയാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഏതായാലും നമ്മൾ നമ്മുടെ അയൽവാസികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ ബഹളവും തിരക്കും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ഏതായിരുന്നാലും അയൽവാസികൾക്കൊക്കെ പള്ളിയെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നതാണ്. ഈ വഴിയിലൂടെ കടന്നു പോകുന്നവർക്കും അതേക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ഈ പരിചയത്തിൻ്റെ മാർഗങ്ങൾ അത് തബ്ലീഗിൻ്റെ വഴികൾക്കും കാരണമായി മാറുന്നു. തബ്ലീഗിൻ്റെ വഴികളും തുറന്നു കൊടുക്കുന്നു. ആയതിനാൽ ഓരോ അഹമ്മദിയും ഇസ്ലാമിക അധ്യാപനത്തിൻ്റെ ജീവൽ മാതൃകയാകേണ്ടതുണ്ട്. അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ലോകത്തിന് ഒരു പ്രത്യക്ഷ വ്യത്യാസം നിങ്ങളിൽ കാണാൻ സാധിക്കണം. അതായത് ഈ ഭൗതിക ചുറ്റുപാടിൽ ഈ ലോകത്ത് വസിച്ചുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. മാത്രമല്ല തങ്ങളുടെ കഴിവുടയവനായ സൃഷ്ടാവുമായി ബന്ധമുള്ളവരാണ് അവരെന്നും അതുപോലെ സമസൃഷ്ടികളോട് സഹാനുഭൂതി ഉള്ളവരാണെന്നും അവർക്ക് ഉപകാരപ്പെടുന്നവരാണെന്നും ബോധ്യമാകണം. ഈ കാര്യങ്ങളെല്ലാം ഭൗതികരായ ആളുകൾ നോക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ ഒരു ജിജ്ഞാസ ഉണ്ടാക്കുകയും പിന്നെ അത് ഇസ്ലാമിക പ്രചരണത്തിനുള്ള മാർഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ ഓരോ അഹമ്മദിയും നേരത്തേതിലും അധികം ഇസ്ലാമിക അധ്യാപനങ്ങളുടെ കർമ്മരൂപമായി തീരേണ്ടതുണ്ട്. ഞാൻ പാരായണം ചെയ്ത ആയത്തുകളിൽ മസ്ജിദുകളുമായി ബന്ധപ്പെടുന്നവർക്ക് മേലുള്ള ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് അള്ളാഹു ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു. ഏറ്റവും ആദ്യം അള്ളാഹു പറയുന്നു, നീതി നടപ്പിലാക്കുക. നീതിയെ സംബന്ധിച്ച് മറ്റൊരിടത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഏതെങ്കിലും സമൂഹത്തോടുള്ള നിങ്ങളുടെ വൈര്യം അവരോടുള്ള നീതിപൂർവം വർത്തിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയാതിരിക്കട്ടെ. നീതിയുടെ ഈ നിലവാരം നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റായി ചിന്തിക്കാൻ തന്നെ സാധ്യമല്ല. ആർക്കും നഷ്ടം വരുത്തുന്ന പ്രശ്നം തന്നെ അവിടെ ഉദിക്കുന്നില്ല. ഇത്തരം ആളുകൾ താൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക എന്നതിന് കുറിച്ച് ചിന്തിക്കുകയും അതിന് അവസരം പാർത്തിരിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ അവകാശങ്ങൾ സ്ഥാപിക്കുന്ന മനുഷ്യൻ തൻ്റെ ചുറ്റുപാടിലും നല്ല പ്രഭാവം ഉണ്ടാക്കുന്നതാണ്. ഈ സൽപ്രഭാവങ്ങൾ തബ്ലീഗിനുള്ള മാർഗങ്ങളും തുറക്കുന്നതാണ്. ചുരുക്കത്തിൽ അള്ളാഹു യഥാർത്ഥ വിശ്വാസികളോട് മസ്ജിദിൽ വരുന്നവരോട് മസ്ജിദ് സംബന്ധമായി ചെയ്യുന്ന ആദ്യത്തെ ഉപദേശം സൃഷ്ടികളുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിന് സംവിധാനം ഉണ്ടാക്കുക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി നീതി സ്ഥാപിക്കുക എന്നതാണ്. അന്യരോടും ശത്രുക്കളോടും പോലും നീതിപൂർവം വർത്തിക്കാൻ കൽപ്പിച്ചിരിക്കെ സ്വന്തക്കാരുടെ നാം എത്രമാത്രം സ്നേഹത്തോടെ കഴിയേണ്ടതാണ് എന്ന് ചിന്തിക്കുക. ഈ അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ സ്നേഹദൃഷ്ടിയും
സ്നേഹകടാക്ഷവും നമ്മിൽ പതിയുന്നതാണ്. ഇവർ മസ്ജിദിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ അള്ളാഹു അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കുന്നതാണ്. എന്നാൽ തൻ്റെ വീട്ടിൽ ഭാര്യാമക്കളോട് നല്ല രീതിയിൽ പെരുമാറാതെ എല്ലാ സമയത്തും കുറ്റം പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് ഏത് സമയത്തും അയാളെക്കുറിച്ച് ഭയപ്പാടാണുള്ളതെങ്കിൽ, അയാൾ തൻ്റെ കർമ്മങ്ങൾ മുഖേന കുട്ടികളെ ദീനിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായി മാറുകയാണ് ചെയ്യുന്നത്. അത്തരം ആളുകളുടെ ജമാഅത്തിലുള്ള പ്രവർത്തനങ്ങളും ഇബാദത്തുകളും അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമായിരിക്കില്ല. ഈ ഇരട്ട മുഖമുള്ള കർമ്മങ്ങൾ മുഖേന അയാൾ മറ്റാരെയുമല്ല തന്നെ തന്നെയാണ് വഞ്ചിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ആന്തരികവും ബാഹ്യവുമായ രീതിയിൽ നീതി സ്ഥാപിക്കുന്നവരായിരിക്കും. അയാളുടെ വാക്കും പ്രവൃത്തിയും അകവും പുറവും ഒരുപോലെയുള്ളതായിരിക്കും. അത്തരക്കാർ തന്നെയാണ് യഥാർത്ഥത്തിൽ മസ്ജിദുകളെ സജീവമാക്കുന്നതിൻ്റെ കടമ നിർവഹിക്കുന്നവർ. കാരണം അവരുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള ഭയത്താൽ ഭരിതമാണ്. ഈ നിലവാരം കരസ്ഥമാക്കേണ്ടത് നമ്മുടെ കടമയാകുന്നു. അല്ലെങ്കിൽ പള്ളി ഉണ്ടാകുകയും ഇവിടെ വന്ന് നമസ്കരിക്കുകയും വേഗം വേഗം അത് നിർവഹിച്ചുകൊണ്ട് തലയിൽ നിന്ന് ഭാരമിറക്കി വെക്കുകയുമാണെങ്കിൽ അതിന് യാതൊരു പ്രാധാന്യവുമില്ല. മനുഷ്യൻ ഈ നിലവാരം കരസ്ഥമാക്കുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ പക്കൽ ഒരു നിഷ്കളങ്കനായ പൈതലിനെ പോലെയായിത്തീരുന്നു. അവൻ്റെ പര്യവസാനം നല്ലതായി തീരുന്നു. കാരണം അവൻ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾക്കൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുന്നുണ്ടാകും. ആയതിനാൽ താൻ ഒരുപാട് നമസ്കരിക്കുന്നവനാണ്, 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട്, ജമാഅത്തിലെ ജോലികൾ നിർവഹിക്കുന്നു, അതൊക്കെ മതി എന്ന് കരുതി ആരും അഹങ്കരിക്കാൻ പാടുള്ളതല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കാത്തവൻ അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും അമിതമായ സന്തോഷത്തിൽ ഒരിക്കലും കഴിച്ചുകൂടാൻ പാടില്ല. യഥാർത്ഥ ആരാധന മസ്ജിദുകളെ സജീവമാക്കുന്നവൻ തങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനോടുള്ള ഭയത്തോടുകൂടി അവൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നവനാണ്. അള്ളാഹു വീണ്ടും ശക്തമായി ഉപദേശിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, മതത്തെ അള്ളാഹുവിന് വേണ്ടി സ്വച്ഛമാക്കി വെക്കുന്നില്ലെങ്കിൽ, തങ്ങളുടെ അവസ്ഥകളെ ശരിയായ മാർഗങ്ങളിലാക്കുന്നതിന് നല്ലപോലെ ശ്രമിക്കുന്നില്ലെങ്കിൽ, പശ്ചാത്തപിക്കുന്നതിനും പൊറുക്കലിനെ തേടുന്നതിനും വേണ്ടി സ്ഥായിയായി ശ്രമിക്കുന്നില്ലെങ്കിൽ, ശൈത്താൻ നിങ്ങൾക്ക് മുന്നിൽ ആധിപത്യം നേടുന്നതാണ്. ആയതിനാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് പശ്ചാത്താപത്തിലേക്കും പാപപ്രവൃത്തിയിലേക്കും സ്ഥായിയായി ശ്രദ്ധിക്കുക. ഇന്ന് ഈ ഭൗതികമായ ചുറ്റുപാടിൽ പ്രത്യേകമായും ഇക്കാര്യത്തിലേക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. എങ്കിൽ മാത്രമേ വിജയങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിഷ്കളങ്കരായ പിഞ്ചു പൈതലിനെ പോലെ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകാൻ കഴിയുകയുള്ളൂ. മുസ്ലിങ്ങളുടെ അവസ്ഥ മോശമായത് മുതലാണ് ഇസ്ലാമിൻ്റെ ശോച്യാവസ്ഥ ആരംഭിച്ചത്. അവർ നീതിയെയും അതുപോലെ ഇബാദത്തുകളെയും വെറും പ്രദർശന വസ്തുക്കളാക്കി മാറ്റി, അല്ലെങ്കിൽ അതിനോടുള്ള കടമകൾ നിർവഹിച്ചില്ല. അങ്ങനെയെല്ലാം അവർക്ക് സർവ്വം നഷ്ടമായി. ഭംഗിയുള്ള മസ്ജിദുകൾ തീർച്ചയായും അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, മുമ്പും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ അഹമ്മദികളുടെ പള്ളികളുടെ കാര്യത്തിൽ പാകിസ്ഥാനിൽ അത് തകർക്കുന്നതിലാണ് അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. തങ്ങളുടെ മസ്ജിദുകൾ പോലെ അഹമ്മദികളുടെ മസ്ജിദുകൾ ഉണ്ടാകരുതെന്നും, അഹമ്മദികളുടെ മസ്ജിദുകളിൽ മിനാരങ്ങൾ ഉണ്ടാകരുതെന്നും, മെഹ്റാബുകൾ ഉണ്ടാകരുതെന്നും അവർ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയായിട്ടും അവരിൽ ഇബാദുർ റഹ്മാനായ ദൈവത്തിൻ്റെ ദാസന്മാർ ഉണ്ടാകുന്നില്ല. തങ്ങൾ അഹമ്മദികൾക്ക് മേൽ ആക്രമണം നടത്തുന്നു എന്നും അവരുടെ ധാരണയനുസരിച്ച് അഹമ്മദികളെ ശരിയായി പാതയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നും കരുതി അവർ അഹങ്കരിക്കുകയാണ്. ഏതായാലും ആദ്യകാലത്തും ഈ അധപ്പതനാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം മസ്ജിദുകളുടെ ജനബാഹുല്യം വെറും ബാഹ്യമായ നിലയിലായിരുന്നു എന്നതാണ്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട യഥാർത്ഥ മുസ്ലിങ്ങളെ കാണാമായിരുന്നുള്ളൂ. എന്നാലും പൊതുവായ നിലയിൽ ശോചനീയ അവസ്ഥയായിരുന്നു. ഇതെല്ലാം ഉണ്ടാകേണ്ടതും അനിവാര്യമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഈ അന്ധകാര കാലഘട്ടത്തിന് ശേഷം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മുഖേന പ്രകാശത്തിൻ്റെ കാലം വരികയുണ്ട്. ദീനിനെ ദുനിയാവിന് മേൽ മുന്തിക്കാമെന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്ക് വിധേയമായി നടക്കാനുള്ള ഉടമ്പടി അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസന് ബയ്യത്ത് ചെയ്യുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചത് നമുക്കാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ
ആന്തരിക അവസ്ഥയിലേക്കും ബാഹ്യാവസ്ഥയിലേക്കും നാം വളരെയധികം ഊന്നൽ ചെലുത്തേണ്ടതുണ്ട്. ഈ ഭൗതികരായ ആളുകളുടെ മസ്ജിദുകളുടെ അവസ്ഥയിൽ നിന്നും നമ്മുടെ മസ്ജിദുകളെ അതുപോലെ ആകാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കേണ്ടതായി വരും. അത് സംബന്ധമായി ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു കാലം വരാനിരിക്കുന്നു, അന്ന് ഇസ്ലാമിൻ്റെ പേരല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നതല്ല, ഖുർആൻ വാക്കുകളിൽ മാത്രം അവശേഷിക്കുന്നതായിരിക്കും. ആ കാലത്ത് മസ്ജിദുകൾ പ്രത്യക്ഷത്തിൽ ജനനിബിഡമായി കാണും, എന്നാൽ അവ സന്മാർഗശൂന്യമായിരിക്കും. അവയുടെ ഉലമാക്കൾ, പണ്ഡിതന്മാർ ആകാശത്തിന് കീഴിലെ നികൃഷ്ട ജീവികളായി തീരും. എല്ലാത്തരം ഫിത്നകളും കുഴപ്പങ്ങളും അവരിൽ നിന്ന് പുറപ്പെടുകയും അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് അധികം മസ്ജിദുകളിലും മുസ്ലിങ്ങളുടെ മസ്ജിദുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമ്മെ കൂടുതൽ ജാഗ്രത പുലർത്തുന്നവരാക്കി മാറ്റേണ്ടതുണ്ട്. ഇവർക്കിടയിൽ ഇന്ന് ഫിത്നകളല്ലാതെ മറ്റൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. അവർ സമ്മർദ്ദം ചെലുത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തിൻ്റെ മസ്ജിദുകളുടെ മിനാരങ്ങൾ തകർക്കാൻ വേണ്ടിയാണ്. അവർ അതിനെ മസ്ജിദ് എന്നും പറയുന്നില്ല, അവർ പറയുന്നത് ഇവരുടെ ആരാധനാലയങ്ങളാണ്, അതിൻ്റെ മിഹ്റാബുകൾ തകർക്കണമെന്നാണ്. ഇത് മാത്രമാണ് അവരുടെ ദീനീ സേവനങ്ങൾ. അവർക്ക് യാതൊരു നീതിയും കാണിക്കാൻ സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ ഇതെല്ലാം തന്നെ എങ്ങനെയാണ് ആത്മാർത്ഥമായി മസ്ജിദുകളുടെയും ദേവദാസന്മാരുടെയും അവകാശങ്ങൾ നാം നിറവേറ്റേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് പാഠങ്ങൾ നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തുകളിലെ ആദ്യത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറയുന്നു: ഇസ്ലാമിൻ്റെ ബാഹ്യവും അതുപോലെ ഭൗതികവുമായ അവസ്ഥയിലും ദൗർബല്യങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതിൽ പറഞ്ഞ പ്രതാപവും അന്തസ്സും മുസ്ലിം സാമ്രാജ്യങ്ങൾക്ക് കരഗതമായിട്ടില്ല. ദീനീപരമായും അതിൻ്റെ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ആന്തരികമായി ഇസ്ലാമിൻ്റെ അവസ്ഥ വളരെ ദുർബലപ്പെട്ടിരിക്കുന്നു. ഭൗതികമായി ആക്രമിക്കുന്നവർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വീക്ഷണത്തിൽ മുസ്ലിങ്ങൾ നായ്ക്കളെക്കാളും പന്നികളെക്കാളും നികൃഷ്ടരാകുന്നു. അവരുടെ ലക്ഷ്യം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കുക എന്നത് മാത്രമാണ്. ഇനി അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അവൻ്റെ സഹായവും പ്രകാശപൂരിതമായ അടയാളങ്ങളും കൂടാതെ ഇവരെ നേരിടാൻ ആർക്കും സാധ്യമല്ല. ഈ ഒരു ഉദ്ദേശം നേടുന്നതിന് വേണ്ടിയാണ് അള്ളാഹു തൻ്റെ കരങ്ങളാൽ തന്നെ ഈ ഒരു ജമാഅത്തിനെ സ്ഥാപിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇത്തരം അവസ്ഥയിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്ന നമ്മൾ നമ്മുടെ സ്വയം അവസ്ഥകളെ ബയ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പരിഷ്കരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ അവസ്ഥകളിലേക്ക് ഏത് സമയത്തും നാം ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ഇസ്ലാമിൻ്റെ പുനരുജ്ജീവന ഘട്ടത്തിൽ തങ്ങളുടെ ബയ്യത്തുകളെ യഥാവിധി ഗണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല. നമ്മൾ തന്നെയാണ് ഇസ്ലാമിൻ്റെ വിനഷ്ട പ്രതാപത്തെ വീണ്ടും സ്ഥാപിക്കേണ്ടവർ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വരച്ച് കാണിച്ച ഈ നഖചിത്രം വളരെ ഭയാനകമാകുന്നു. പ്രത്യക്ഷത്തിൽ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും. നമ്മൾ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറയണം: നിങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നിന്ദ്യരായി കണക്കാക്കിയാണല്ലോ. നിങ്ങളുടെ വീക്ഷണത്തിൽ ഇത് മൃഗങ്ങളെക്കാളും മോശമായ അവസ്ഥയിലുള്ള ആൾക്കാരാണല്ലോ. എന്നാൽ ഓർത്തുകൊള്ളുക, ഈ ആളുകളുടെ അധ്യാപനം അനുസരിച്ച് വർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് ഇനി നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവൻ്റെ മുന്നിൽ കുമ്പിട്ടുകൊണ്ട് ചോദിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന് മാർഗദർശനം നൽകേണ്ടതുണ്ട്. ചില യുവാക്കൾ ചോദിക്കുന്നു, നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്തെ നേരിടാൻ സാധിക്കുക? കാരണം ഇവരൊക്കെ നമ്മെ പരിഹസിച്ച് തള്ളുന്നവരാണ്. അവരോട് എനിക്ക് എന്നും പറയാനുള്ള ഇതാണ്: സ്വയം നിങ്ങൾ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ കൈകളിൽ ആണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. കാരണം നമ്മൾ ലോകത്തിന് ജീവൻ നൽകാൻ വേണ്ടി അള്ളാഹു അയച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച മസീഹ് മൗഊദിനെ, അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ വിശ്വസിക്കുന്നവരാണ്. ഈ മഹാത്മാവുമായി ഒട്ടിച്ചേർന്ന് നിന്നാൽ മാത്രമേ ഇനി ഈ ലോകവും ഭൗതിക ലോകവും നമുക്ക് അതുപോലെ തന്നെ പരലോകവും ശോഭനമാക്കാൻ കഴിയുകയുള്ളൂ. ഭൗതിക ലോകരോട്
വിളിച്ചു പറയുക, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വർണ്ണാഭയിലും തിളക്കത്തിലും പുരോഗതിയിലും ആനന്ദിക്കേണ്ട. മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ശാശ്വതമായ ജീവിതം. അവിടേക്കാണ് അവൻ വെറും കൈയോടെ പോകുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ നീരസത്തെ അവന് അഭിമുഖീകരിക്കേണ്ടായി വരും. പിന്നെ അവൻ എങ്ങനെയാണ് പെരുമാറുക എന്ന് അവന് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ അതോടൊപ്പം തന്നെ ലോകത്തിന് ഇത്രയും വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും ആ അധ്യാപനത്തിന് അനുസൃതമാക്കാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തുകളുടെ നിലവാരം നാം ഉന്നതമാക്കി വയ്ക്കണം. സൃഷ്ടികളോടുള്ള കടമകളുടെ നിലവാരവും നമ്മൾ ഉയർത്തണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും അവസ്ഥകളെ വിവരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ഇന്ന് അറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ പേര് തീർത്തും വ്യത്യസ്തമാണ്. എല്ലാ മോശം സ്വഭാവങ്ങളും ഇതിൽ നിറഞ്ഞിരിക്കുന്നു. അതായത് ഉന്നത സ്വഭാവങ്ങളുടെ അവസ്ഥ അവശേഷിക്കുന്നില്ല. മുഖ്ലിസീൻ അൽ അഹുദ്ദീൻ എന്നതിൽ പറഞ്ഞ ആത്മാർത്ഥത ആകാശത്തേക്ക് ഉയർന്നു പോയിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള കൂറും ആത്മാർത്ഥതയും സ്നേഹവും അർപ്പണബോധവും പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഇനി വീണ്ടും ഈ ശക്തികളെ ജീവസുറ്റതാക്കാൻ അള്ളാഹു ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ വിനഷ്ടമായ അവസ്ഥയെ സംരക്ഷിക്കുന്നതിന് അള്ളാഹു അയച്ച വന്ധ്യ ആത്മാവുമായി ബന്ധമുള്ളവരാണെന്ന കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദിയും കടപ്പാടുമുള്ളവരായി മാറേണ്ടതാണ്. അമുസ്ലിങ്ങളും ഇസ്ലാം വിരോധികളും ഇസ്ലാമിനെ ആക്രമിക്കുകയും ഈ മഹത്തായ മതത്തെ നിന്ദ്യമായി കരുതുകയും ചെയ്യുന്നതിൽ വലിയ പങ്ക് മുസ്ലിങ്ങൾക്കു തന്നെയുണ്ട്. മുസ്ലിങ്ങൾ വ്യതിചലിച്ചില്ലായിരുന്നെങ്കിൽ ശത്രുക്കൾക്ക് ഒരിക്കലും ഇങ്ങനെ ഇസ്ലാമിനെ ആക്രമിക്കാൻ ധൈര്യമുണ്ടാകുമായിരുന്നില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ മാത്രമാണ് അള്ളാഹുവിനോടുള്ള കൂറിൻ്റെ നിലവാരം നിലനിർത്തേണ്ടവർ. നമ്മൾ തന്നെയാണ് ആത്മാർത്ഥതയോടും കൂറോടും കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കേണ്ടവർ. നമ്മൾ തന്നെയാണ് നാലു ഭാഗത്തും സ്നേഹം പരത്തുകയും വെറുപ്പ് അകറ്റുകയും ചെയ്യേണ്ടവർ. എല്ലാ കാര്യങ്ങളും അള്ളാഹു ആണ് ചെയ്യുന്നത് എന്ന പൂർണ്ണമായ ബോധം ഉണ്ടാകേണ്ടതും നമുക്ക് തന്നെയാണ്. ഇസ്ലാം തന്നെയാണ് സമ്പൂർണ്ണമായിട്ടുള്ളതും അതുപോലെ ആത്യന്തികമായി വിജയിക്കുന്ന മതവും. അതിനുവേണ്ടി നാം നമ്മുടെ എല്ലാത്തരം കഴിവുകളും ശേഷികളും വിനിയോഗിക്കണം. ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ സുൽത്താനെ നസീർ, അതായത് ശക്തരായ സഹായികളായി നാം മാറണം. ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹു ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതെന്തായാലും നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്, വിധിക്കപ്പെട്ട കാര്യമാണ്. അത് അക്കാര്യത്തിൽ നാം സഹായികളായി തീരുകയാണെങ്കിൽ നമുക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും പങ്കുപറ്റാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് ഗമിക്കുന്നില്ലെങ്കിൽ അള്ളാഹു മറ്റാളുകളെ ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ സഹായത്തിനായി അയക്കുന്നതാണ്. ഏതായാലും ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യണം. ഇതെന്തായാലും പൂർത്തിയാകുന്നതായിരിക്കും. ചുരുക്കത്തിൽ നാം നമ്മുടെ അവസ്ഥകൾ ശ്രദ്ധിക്കണം. കുറവുകളും ദൗർബല്യങ്ങളും അകറ്റാൻ ശ്രമിക്കണം. ഏതുതരം ന്യൂനതകളാണ് അകറ്റേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറയുന്നു: ഈ കാലഘട്ടത്തിൽ പ്രകടനപരതയും മിഥ്യാഭിമാനവും ഗർവും അഹങ്കാരവും വളരെ വ്യക്തമായ നിലയിൽ കാണപ്പെടുന്നു. അതുപോലെ സ്വാർത്ഥതയും തങ്ങൾ തന്നെയാണ് എല്ലാം എന്ന് കരുതുന്നതും അഹങ്കാരവും മിഥ്യാഭിമാനവും അതുപോലെ താൻപോരിമയും തുടങ്ങിയ മോശം സ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുന്നു. മുഖ്ലിസീൻ അൽ അഹുദ്ദീൻ മുതലായ നല്ല സ്വഭാവങ്ങൾ ആകാശത്തേക്ക് കരേറിപ്പോയിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള അർപ്പണബോധവും ഉപായങ്ങളും ഇല്ലാതായിരിക്കുന്നു. അള്ളാഹു ഇതെല്ലാം വീണ്ടും ബീജാവാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഈ ചിന്തകളെല്ലാം വർദ്ധിച്ചിരിക്കുന്നു, നന്മകൾ ഇല്ലാതായി തീർന്നിരിക്കുന്നു. എന്നാൽ അള്ളാഹു തൻ്റെ ദാസന്മാരോട് ഏറെ കരുണയുള്ളവനാകുന്നു. അവൻ തൻ്റെ അടിയാറുകളെ നഷ്ടത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നന്മകൾ
വളരണമെന്നും തിന്മകൾ തീർത്തും വിഭാടനം ചെയ്യണമെന്നും അവൻ ആഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഹസ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാമിൻ്റെ ആഗമന ദൗത്യം പൂർത്തീകരിക്കാൻ നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ നാം സ്വയം വിശകലനം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ തിന്മകൾ ഇല്ലാതായി തീർക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. നന്മകളെ സ്വായത്തമാക്കാൻ എല്ലാ നിലക്കും നമ്മുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നും വിലയിരുത്തണം. ഇബാദത്തുകളുടെ പറയപ്പെട്ട നിലവാരം ലഭിക്കുന്നതിന് നമ്മൾ പ്രയത്നിക്കുന്നുണ്ടോ എന്നും നോക്കണം. നന്മകൾ ചെയ്യാനുള്ള തൗഫീക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ലഭ്യമാകുക. ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാകാതെ കേവലം നമ്മുടെ ആഗ്രഹങ്ങളുടെ സംതൃപ്തിക്കും പരിപൂർത്തിക്കും വേണ്ടി മാത്രം നാം അവ നിർവഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ വൃഥാവിലായിത്തീരുന്നു. അഥവാ ഈ കാര്യങ്ങൾ കരസ്ഥമാക്കണമെന്ന നമ്മുടെ ആഗ്രഹങ്ങൾ തീർത്തും അസ്ഥാനത്തായി മാറുന്നു. ആയതിനാൽ വളരെ ആഴത്തിൽ കണക്കെടുപ്പ് നടത്തേണ്ടതാണ്. പാപപ്രവൃത്തിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ കർമ്മങ്ങൾ നിരന്തരം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രത്യേകപ്പെടുത്തേണ്ടതും നിർബന്ധമാണ്. ഹസ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാം പറയുന്നു, കർമ്മങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടാകണം എന്ന നിബന്ധനയുമുണ്ട്. ഏതുപോലെ പറഞ്ഞിരിക്കുന്നു മുഖ്ലിസിൻ അലഹുദ്ദീൻ. ഈ ആത്മാർത്ഥത അബ്ദാൽ അഥവാ സുഹൃതവാന്മാരിലാണ് ഉണ്ടാകുന്നത്. അഥവാ അള്ളാഹുവിൻ്റെതായി തീരുന്നവർക്ക് വേണ്ടി അള്ളാഹു അവരുടേതായി തീരുന്നതാണ്. ഈ തത്വരഹസ്യം മനസ്സിലാക്കേണ്ടതും അനിവാര്യമാകുന്നു. നമ്മൾ അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കാതെ അള്ളാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നു. ഇങ്ങനെയും ചില ആളുകൾ പരാതിപ്പെടുന്നുണ്ട്. ആയതിനാൽ നമ്മളിൽ എത്രമാത്രം അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കാനുള്ള ത്വരയുണ്ട് എന്ന് കണക്കെടുക്കുക. അള്ളാഹു വളരെ ഔദാര്യവാനാകുന്നു. നമ്മുടെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ട് പോലും അവൻ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആയതിനാൽ എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കേണ്ടത് എന്നും നാം വിശകലനം ചെയ്യണം. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കടമ അവൻ്റെ ഇബാദത്തുകൾ യഥാവിധി നിർവഹിക്കുക എന്നതാണ്. നമ്മൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ കടമകളും നിറവേറ്റേണ്ടതാണ്. അതിൽ ആത്മാർത്ഥതയോടുകൂടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വരേണ്ടതാണ്. ഹദ്രത്ത് മസീമോദ് അലൈഹി സ്വലം ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പറയുന്നു, അള്ളാഹു പറയുന്നു, ഞാൻ ജിന്നിനെയും ഇൻസിനെയും എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ആരാധനയും അതുപോലെ തന്നെ അന്തസ്സുടയവനായ നാഥൻ്റെ മുന്നിൽ സ്ഥിരചിത്തതയോടെയും പൂർണ്ണ ശ്രദ്ധയോടെയും നിൽക്കണമെങ്കിൽ അത് അള്ളാഹുവുമായുള്ള വ്യക്തിപരമായ സ്നേഹമുണ്ടാകാതെ സാധ്യമല്ല. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഏകപക്ഷീയമാകരുത്, മറിച്ച് സ്രഷ്ടാവിനോടും അതുപോലെ സൃഷ്ടികളോടും ഉള്ള സ്നേഹങ്ങളാണ് ഇവിടെ വിവക്ഷ. അങ്ങനെ അത് മരിക്കുന്ന ഒരുവനിൽ വീഴുന്ന മിന്നൽ കണക്ക് പ്രസരിക്കുന്നു. ആ സമയത്ത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വന്നു ശരീഅത്ത് പരമായ അവൻ്റെ ന്യൂനതകൾ എരിച്ചു കളയുന്നു. രണ്ടും കൂടി ചേർന്ന് ആത്മീയമായ അസ്തിത്വത്തിന് മേൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ചുരുക്കത്തിൽ നിതാന്ത ജാഗ്രതയോടെ സ്ഥിര ശ്രദ്ധയോടുകൂടി തങ്ങളുടെ നമസ്കാരങ്ങൾ നാം സംരക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഇത് അള്ളാഹുവിനോട് വ്യക്തിപരമായ സ്നേഹമുണ്ടാകുമ്പോഴാണ് സാധ്യമാകുക. മറ്റൊന്നിനോടുമില്ലാത്ത വ്യക്തിപരമായ സ്നേഹമായിരിക്കണം അള്ളാഹുവിനോട് ഉണ്ടാകേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹവും മനുഷ്യന് അള്ളാഹുവിനോടുള്ള സ്നേഹം ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന രീതിയിൽ ആയിത്തീരുന്നതാണ്. ഏതാനും ചില ദുആകൾ ചെയ്തതിന് ശേഷം ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ ദുആയുടെ തത്വരഹസ്യം മനസ്സിലാക്കാനും അള്ളാഹുവുമായുള്ള ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ സംഗതിയിലേക്ക് കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. കേവലം നമുക്ക് ആവശ്യങ്ങൾ നേരിടുന്ന സമയത്ത് മാത്രം അള്ളാഹുവിൻ്റെ വാതിൽക്കൽ യാചനയ്ക്ക് വേണ്ടി പോകരുത്, മറിച്ച് അള്ളാഹുവുമായി ഒരു വ്യക്തിഗത സ്നേഹമുണ്ടാക്കണം. അങ്ങനെയായാൽ അള്ളാഹു ആ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അതിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും
കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതും അനിവാര്യമാണ്. ആ സ്നേഹത്തിൻ്റെ ആവേശത്തോടു കൂടി, ആ സ്നേഹവികാരത്തോടു കൂടി ആയിരിക്കണം അനുസരണത്തിൻ്റെ മാതൃക ഉണ്ടാകേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ചും പ്രകടമാകുന്നതാണ്. അങ്ങനെ ഈ രണ്ട് സ്നേഹങ്ങളും കൂടിച്ചേരുമ്പോൾ മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹ വർഷം ഉണ്ടാകുന്നതാണ്. അത് മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, മനുഷ്യൻ പ്രകൃതിയാ തന്നെ അള്ളാഹുവിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. ഇതുപോലെ പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ട് അവൻ്റെ പ്രകൃതത്തിൽ തന്നെ തനിക്ക് വേണ്ടി വികാരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിസൂക്ഷ്മമായ സംഗതികളാൽ അവനെ തനിക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തെന്നാൽ അള്ളാഹു നിങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. എന്നാൽ തങ്ങളുടെ ഈ അടിസ്ഥാനപരവും പ്രകൃതിപരവുമായ ഉദ്ദേശത്തെ ഒഴിവാക്കി മൃഗതുല്യം ജീവിത ലക്ഷ്യം വെറും തിന്നലും കുടിക്കലും ഉറങ്ങലും മാത്രമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതാണ്. അള്ളാഹുവിന് അവരെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിന് ഉത്തരവാദിത്വമുള്ള ജീവിതമാകണമെങ്കിൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിൽ പൂർണ്ണമായും വിശ്വസിച്ച് തങ്ങളുടെ ജീവിതത്തെ അവിധം പരിവർത്തന വിധേയമാക്കുക എന്നതാണ്. അതായത് പൂർണ്ണമായും അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇബാദത്തുകളെ തങ്ങളുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റണം. പറയുന്നു, മരണത്തിൻ്റെ കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങൾ അവനെ ആരാധിക്കുകയും അവൻ്റെതായി തീരുകയുമാണ് എന്ന് നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. ഭൗതികതയും ലൗകികതയും നിങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി മാറരുത്. പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കൂടെ വിവരിച്ചു തരുന്നത് എന്തെന്നാൽ എൻ്റെ വീക്ഷണത്തിൽ മനുഷ്യൻ ഈ ലോകത്ത് വന്നിരിക്കുന്നതിന് തന്നെ ഒരു ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. അതിൽ നിന്ന് തന്നെയാണ് അവൻ ദൂരെ അകന്നു പോകുന്നതും. പറയുന്നു, നിങ്ങൾ ഭൗതികമായ കച്ചവടങ്ങൾ ഉപേക്ഷിക്കണമെന്നും ഭാര്യാമക്കളെ ഉപേക്ഷിച്ച് വനങ്ങളിലും പർവ്വതങ്ങളിലും പോയി ഇരിക്കണമെന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാം അത് അനുവദനീയമായി ഗണിക്കുന്നുമില്ല. ഭൗതികമായ വ്യാപാരങ്ങളും വിക്രയങ്ങളും ചെയ്യുക, ഭാര്യാമക്കളുടെ കടമകൾ നിറവേറ്റുക, അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. നിത്യബ്രഹ്മചാര്യം ഇസ്ലാമിൻ്റെ ലക്ഷ്യമല്ല. ഇസ്ലാം മനുഷ്യന് ഊർജ്ജസ്വലനും ജാഗ്രതയുള്ളവനുമാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ കച്ചവടങ്ങളിൽ നല്ലപോലെ പരിശ്രമിക്കുക. ഹദീസുകളിൽ വന്നിരിക്കുന്നു, ആരുടെ കയ്യിലാണോ ഭൂമിയുള്ളത് അവൻ അതിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതേക്കുറിച്ച് അവന് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആരെങ്കിലും ഇതുകൊണ്ട് ഭൗതിക കച്ചവടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് ഉദ്ദേശം എടുക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ തെറ്റിലാണുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വ്യാപാരങ്ങളിലും അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ലക്ഷ്യമെന്ന് വരികയാണെങ്കിൽ അതിൽ യാതൊരു അനൗചിത്യവുമില്ല. അവൻ്റെ ഇംഗിതത്തിൽ നിന്ന് പുറത്തേക്ക് പോയി തങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അവനേക്കാൾ മുന്തിക്കാൻ പാടില്ല. ഇത് വളരെ ചിന്തനീയവും ശ്രദ്ധേയവുമായ ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ വേദനയോടുകൂടി പറയുന്നു, ഞാൻ ആവർത്തിച്ച് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത് എന്നാണ്. നമ്മൾ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ബയ്യത്തിലുള്ളവരാണെന്ന് വാദിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യം മറക്കുകയാണെങ്കിൽ നമ്മുടെ ബയ്യത്ത് പ്രയോജനരഹിതമായിരിക്കും. നമ്മുടെ വാക്കുകൾ പൊള്ളിയായിരിക്കും. ആയതിനാൽ ഓരോ അഹമ്മദിയും വളരെയധികം ചിന്താകുലരാകേണ്ടതുണ്ട്. നല്ലപോലെ കണക്കെടുപ്പ് നടത്തി വിശകലനം ചെയ്ത് മനസ്സിലാക്കണം എത്ര സമയം നാം അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾ നമസ്കരിക്കുകയും അത് തന്നെ കുറച്ച് മനസ്സിലാക്കിയും കുറച്ച് മനസ്സിലാക്കാതെയും എന്തെങ്കിലുമൊക്കെ ഉരുവിട്ട് പോവുകയുമാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ കഴിയുമോ? അള്ളാഹു നമ്മെ ഒരിക്കലും ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നില്ല. മറിച്ച് ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ കർമ്മങ്ങളിൽ, കച്ചവടങ്ങളിൽ, അതുപോലെ
കൃഷിയിൽ എല്ലാം തന്നെ ഉന്നത നിലവാരം പ്രാപിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അവൻ പറയുന്നത്, നിങ്ങൾ ഈ ഭൗതിക കാര്യങ്ങളോടൊപ്പം നിങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം മറന്നു പോകരുത്. നിങ്ങളുടെ നമസ്കാരങ്ങൾ നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്. പള്ളികൾ ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ ഭൗതിക സൗന്ദര്യത്തിൽ അഭിമാനിക്കുന്നവരായി മാറാതെ അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ശരിയായ ഇബാദത്ത് ചെയ്യുന്നവർ മുഖേനയാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തഖ്വയിൽ പദമൂന്നുകയും തഖ്വയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഇബാദത്ത് ചെയ്യുന്നവരായി മാറുന്നതാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, യഥാർത്ഥ രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവരുടെ കടമ ഇതാണ്: അവർ ആന്തരികവും ഭൗതികവുമായി നിലയിൽ പരിശുദ്ധരായിരിക്കണം. അതുകൊണ്ട് നമസ്കരിക്കുന്നവരോട് പൊതുവിൽ നൽകിയ കൽപ്പന അവരുടെ വസ്ത്രം ശുദ്ധമായിരിക്കണം. അതുപോലെ എല്ലാ നമസ്കാരത്തിന് മുമ്പും വ്യക്തി ശുചിത്വം വരുത്തുക, വുളു എടുക്കുക എന്നാണ്. കാരണം ബാഹ്യമായ ശുദ്ധി മനുഷ്യൻ്റെ ഉള്ളിലും നല്ല നിലയിൽ സ്വാധീനിക്കുന്നു. വുളു കൊണ്ട് പൊതുവിൽ മനുഷ്യൻ ഉന്മേഷം കിട്ടുകയും നമസ്കാരത്തിലേക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. നമസ്കാരത്തിനെ കുറിച്ചുള്ള കൽപ്പനയോടൊപ്പം തന്നെ നൽകിയ മറ്റൊരു കൽപ്പന, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അതിൽ അമിതത്വം പാടില്ല എന്നതാണ്. ഇതിൻ്റെ പൊതുവായ അർത്ഥം സന്തുലിതമായ ഭക്ഷണം കഴിക്കുക എന്നതാണ്. ഒരു വിശ്വാസി അന്നപാനീയങ്ങളിൽ അക്കാര്യത്തിൽ അമിതത്വം കാണിക്കുന്നതല്ല. അമിതത്വം കാണിക്കാത്തത് കൊണ്ട് തന്നെ അയാളുടെ ആരോഗ്യം വഷളാകുന്നതല്ല. ഇബാദത്തും ശരിയായ രീതിയിൽ സാധ്യമാകുന്നതിന് അത് കാരണമാകുന്നു. മറ്റൊരർത്ഥം, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും മാത്രമാകരുത്. അള്ളാഹു അത് മൃഗങ്ങളുടെ പ്രത്യേകതയായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഞാനിപ്പോൾ വായിച്ച ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഉദ്ധരണിയിലും അദ്ദേഹം പറയുന്നത് അത് മൃഗങ്ങളുടെ ജോലിയാകുന്നു. അതിനെ കൂടുതൽ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വിവക്ഷ ഇപ്രകാരമാണ്: കേവലം ഭൗതിക കാര്യങ്ങളെയും ആഗ്രഹങ്ങളെയും മാത്രം നിങ്ങൾ പിന്തുടരരുത്. മാത്രമല്ല, അങ്ങനെ മാത്രം ചെയ്യുന്നവരായി നിങ്ങൾ മാറരുത്. മറിച്ച് നിങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരു യഥാർത്ഥ ആരാധകൻ തീർച്ചയായും ഭൗതിക ജോലികളിൽ ഏർപ്പെടുന്നവനായിരിക്കും. പക്ഷേ അതിനിടയിൽ നമസ്കാരത്തിൻ്റെ സമയം ആയെന്നും തനിക്ക് ഇപ്പോൾ നമസ്കരിക്കാൻ പോകേണ്ടതുണ്ട് എന്നും ബോധമില്ലാതെ ഏതു സമയവും തൻ്റെ ജോലിയിൽ അവൻ മുഴുകിയിരിക്കുന്നതല്ല. മറിച്ച് നമസ്കാരത്തിൻ്റെ സമയത്ത് തൻ്റെ ഭൗതിക കാര്യങ്ങളുടെ സമയം അവസാനിച്ചു എന്നും അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഇനി ഹാജരാകാനുള്ള സമയമാണ് എന്നും അവൻ മനസ്സിലാക്കുന്നു. അതുപോലെ നമസ്കാരങ്ങൾ അള്ളാഹുവിനോടുള്ള കടമകൾ യഥാവിധി പൂർത്തിയാക്കി അനുഷ്ഠിക്കണം. അല്ലാതെ ധൃതി പിടിച്ച് എങ്ങനെയെങ്കിലും നമസ്കരിച്ചു എന്ന് വരുത്തി വെക്കരുത്. മറിച്ച് അത് വളരെ ഭംഗിയോടെ അനുഷ്ഠിക്കണം. തങ്ങളുടെ ഭൗതികമായ ശുചിത്വവും സൗന്ദര്യവും നിങ്ങൾ നിലനിർത്തുന്ന പോലെ ഹൃദയാത്മനെ ഉള്ള നിങ്ങളുടെ തഖ്വയുടെ സൗന്ദര്യവും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. നിങ്ങളുടെ അകവും അങ്ങനെ വൃത്തിയും സൗന്ദര്യവുമുള്ളതാക്കി മാറ്റേണ്ടതാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് തീർച്ചയായും തിന്നാനും കുടിക്കാനും അനുവാദമുണ്ട്. എല്ലാ പരിശുദ്ധമായ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവ നിങ്ങൾക്ക് ഹലാലാണ്, അനുവദനീയമാണ്. നിങ്ങൾക്ക് കച്ചവടത്തിനും ഭൗതിക കാര്യങ്ങൾക്കും അനുവാദമുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങളെ അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ നിന്നും തടയുകയും മസ്ജിദിൽ പോകുന്നതിൽ നിന്നും ഇബാദത്തുകളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുകയും അതിൽ നിന്നും വിസ്മരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അമിതത്വമാകുന്നു. അള്ളാഹു അമിതത്വത്തെ തീർത്തും ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾ പറയുന്നു, ഈ 5 നേര നമസ്കാരങ്ങൾ എന്തിനാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഇക്കാലത്ത് ഇത് വളരെ പ്രയാസകരമായ സംഗതിയാണ്. ജോലികൾക്കിടയിൽ 5 നേര നമസ്കാരങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒഴിവ് കണ്ടെത്താനാകുക? അപ്പോൾ അള്ളാഹു പറയുന്നു, ഇതൊരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. മറിച്ച് നിങ്ങൾ ഭൗതികതയിൽ മാത്രം ആണ്ടുപോകുകയും അള്ളാഹുവിനെ പാടെ വിസ്മരിക്കുകയും ചെയ്യുന്നതാണ് അമിതത്വം. ഇങ്ങനെയുള്ള ഈ അമിതത്വം, ധാരാളിത്വം നിങ്ങളെ പതിയെ പതിയെ അള്ളാഹുവിൽ നിന്നും പൂർണ്ണമായും അകറ്റുന്നതായി മാറുന്നതാണ്. അള്ളാഹുവിൻ്റെ അനിഷ്ടം ഉണ്ടായാൽ, മനുഷ്യനിൽ നിന്നും അത്തരത്തിലുള്ള പ്രവൃത്തികൾ പ്രകടമായാൽ, അങ്ങനെയുള്ള മനുഷ്യനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവൻ താൻ ഒരു മുസ്ലിമാണെന്നും അല്ലെങ്കിൽ താനൊരു അഹമ്മദിയാണെന്നും
അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് കാലത്തിന് ഇമാമിന് ബയ്യത്ത് ചെയ്തവനാണ് എന്നും അവന് പറഞ്ഞു നടക്കുമായിരിക്കും. എന്നാൽ അവൻ്റെ കർമ്മങ്ങൾ അവനെ അള്ളാഹുവിൻ്റെ അപ്രീതിക്ക് കാരണമാക്കുന്നുണ്ടാകും. അള്ളാഹു സന്തുലിതമായ അധ്യാപനമാണ് നമുക്ക് നൽകിയത്. ഭൗതിക ലോകത്തെയും സമ്പാദിക്കുക, എന്നാൽ ദീനിനെയും എപ്പോഴും ഓർക്കേണ്ടതാണ്. ഒന്നിലും അമിതത്വം പാടില്ല. യഥാർത്ഥ വിശ്വാസി ദീനിനെ ദുനിയാവിന് മേൽ മുന്തിക്കുന്നവനാകുന്നു. ഒരാൾ യഥാർത്ഥത്തിൽ ദീനിനെ ദുനിയാവിന് മേൽ മുന്തിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു അവൻ്റെ ഉപജീവനത്തിനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ തുറക്കുന്നതാണ്. അവൻ്റെ കർമ്മങ്ങളിൽ കൂടുതൽ ഐശ്വര്യവും അതുപോലെ കൂടുതൽ അനുഗ്രഹവും അവൻ വയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പിൻപറ്റുകയും തൻ്റെ ജീവിതത്തെ ദൈവിക കൽപ്പനകൾക്ക് വിധേയമാക്കുകയും തൻ്റെ ഇബാദത്തുകളുടെ നിലവാരം കാത്തു സൂക്ഷിക്കുകയുമാണെങ്കിൽ അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഭൗതികമായ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഭൗതികമായ അത്യാഗ്രഹങ്ങൾ മനുഷ്യനിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ വർദ്ധിച്ചു വരികയാണെങ്കിൽ അതൊരിക്കലും അണയാത്ത തീയായി മാറുന്നു. മനുഷ്യൻ ദീനിൽ നിലകൊള്ളുകയാണെങ്കിൽ ഭൗതികമായ ആഗ്രഹങ്ങളുടെ ജ്വലനം എപ്പോഴും അവനിൽ ഉണ്ടാകുന്നതല്ല. കാരണം ഈ തീ ഒരിക്കലും അണയാത്തതാണ്. മനുഷ്യൻ അതിൽ ഭസ്മീകരിക്കപ്പെട്ടു പോകുന്നു. അതുപോലെ പരലോകത്തും അവന് ഒന്നും ലഭിക്കാതെ വരുന്നു. അതാകട്ടെ യഥാർത്ഥ ജീവിതമാണ്. പരലോക ജീവിതമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ സജീവമാക്കുന്നവർ അള്ളാഹുവിലും പരലോകത്തിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ്. ആയതിനാൽ മസ്ജിദുകൾ സജീവമാക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടേണ്ടതാണ്. മസ്ജിദുകളിലെ സജീവമാക്കുന്നവരുടെ അടയാളം എന്തെന്നാൽ അവർ ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരം എപ്പോഴാണ് എന്ന് കാത്തിരിക്കുന്നു. അടുത്ത നമസ്കാരത്തിന് സമയമായാൽ പള്ളിയിൽ പോകണമെന്ന ചിന്ത അവരെ വ്യാകുലപ്പെടുത്തുന്നു. ആകയാൽ മസ്ജിദ് നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ദേശം അതിനെ സജീവമാക്കുക എന്നതും കൂടിയാണ്. എങ്ങനെ സജീവമാക്കാം എന്നതുകൂടിയാണ് നമ്മുടെ ചിന്താ വിഷയമാകേണ്ടത്. ഇവിടെ മസ്ജിദ് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെയുള്ള ആളുകളുടെ കടമ അതിനെ എപ്പോഴും ജനനിബിഡമാക്കി മാറ്റുക എന്നതാണ്. അതുതന്നെയാണ് ദൈവാനുഗ്രഹങ്ങളെ നമ്മിലേക്ക് ആകർഷിക്കുന്നതും അതുപോലെ നമ്മുടെ പരിഷ്കരണത്തിനും സംസ്കരണത്തിനും അതുപോലെ തങ്ങളുടെ തലമുറകളുടെ അള്ളാഹുവുമായുള്ള ബന്ധത്തിന് ജാമ്യം നൽകുന്നതും. അതിനുള്ള ഏകമാർഗം അതൊന്നു മാത്രമാണ്. അല്ലാതെ ഭൗതിക ലോകത്തിൻ്റെ വർണ്ണങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ നമ്മുടെ തലമുറകളെ അത് ദീനിൽ നിന്നും വിദൂരപ്പെടുത്തുന്നതാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ അവരെ മസ്ജിദുമായി അടുപ്പിക്കുകയും ദീനിൻ്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് മാതാപിതാക്കൾ രണ്ടുപേരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഓർക്കുക, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തോടു കൂടി ജമാഅത്തിന് കൂടുതൽ പരിചയപ്പെടുത്താനുള്ള അവസരമാണ് കരഗതമായിരിക്കുന്നത്. മസ്ജിദിനെ കുറിച്ചും അതുപോലെ ഇസ്ലാമിനെ കുറിച്ചുമുള്ള നല്ല പ്രചരണവും അതുപോലെ തന്നെ പരിചയവും ഇത് മുഖേന നേടാൻ സാധിക്കും. അതുപോലെ തന്നെ അത് തബ്ലീഗിനുള്ള പുതിയ മാർഗങ്ങളും തുറന്നു തരുന്നതായിരിക്കും. അതുപോലെ കൂടുതൽ ബന്ധങ്ങളും നിങ്ങൾക്ക് ഇത് മുഖേന സ്ഥാപിക്കാൻ സാധിക്കും. ആകയാൽ അതിൽ നിന്നുമെല്ലാം പ്രയോജനം എടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെയും അഹമ്മദിയത്തിൻ്റെയും സന്ദേശം പരത്തേണ്ടതും ഓരോ അഹമ്മദിയുടെയും കടമയാകുന്നു. ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഈ സമയത്ത് നമ്മുടെ ജമാഅത്തിന് മസ്ജിദുകൾ വളരെ അനിവാര്യമാകുന്നു. അത് ദൈവഭവനങ്ങളാണ്. ഏത് ഗ്രാമത്തിലും പട്ടണത്തിലും നമ്മുടെ മസ്ജിദ് ഉണ്ടാകുന്നത് അവിടെ ജമാഅത്തിൻ്റെ പുരോഗതിക്ക് നിദാനമാകുന്നു. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. മസ്ജിദിൻ്റെ നിർമ്മാണത്തിൽ നിങ്ങളുടെ നിയത്ത്, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വളരെ നിർമ്മലമായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി. പള്ളി നിർമ്മാണം ഹജറത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞതുപോലെ മസ്ജിദ് മുഖേന ജമാഅത്തിൻ്റെ പുരോഗതിക്ക് അസ്ഥിവാരം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള അഹമ്മദികളുടെ പരിശ്രമങ്ങൾ ആത്മാർത്ഥപൂർണമാണെങ്കിൽ, ഇബാദത്തുകൾ വേണ്ട നിലവാരത്തിലുള്ളതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടെയും ജമാഅത്തിൻ്റെ അഭിവൃദ്ധിക്ക് അടിത്തറയിട്ടു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആകയാൽ നിങ്ങളുടെ ഇബാദത്തുകളുടെയും ആത്മാർത്ഥതയുടെയും നിലവാരം ഉയർത്തിക്കൊണ്ടേ പോകുക.
നിങ്ങളുടെ തലമുറകളിലേക്കും ഈ ആത്മാർത്ഥതയും അതുപോലെ ദുആയുടെ പ്രാധാന്യവും ഇബാദത്തിൻ്റെ അനിവാര്യവും കൈമാറ്റം ചെയ്തു വരിക. അവരിലും അക്കാര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിൻ്റെ പ്രണയത്തെക്കാളിലും ഈ ഭൗതിക ലോകത്തെ പ്രണയിക്കുന്നവരിലും വിപ്ലവം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മസ്ജിദുകളുടെ യഥാർത്ഥ സൗന്ദര്യം ബാഹ്യമായ കെട്ടിടങ്ങളിലല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് ആത്മാർത്ഥതയോടെ നമസ്കാരം അനുഷ്ഠിക്കുന്നവരിലാണ് ആ സൗന്ദര്യം നിലകൊള്ളുന്നത്. അള്ളാഹു എല്ലാവർക്കും ആത്മാർത്ഥമായ നിലയിൽ നമസ്കാരം അനുഷ്ഠിക്കാനും ഈ മസ്ജിദിനെ എല്ലാ നിലക്കും സജീവമാക്കാനും ഉള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആകളും ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. जैसा कि हज़रत मसीह मौऊद अलैहिस्सलाम ने फरमाया है, मस्जिद से जमात की तरक्की की बुनियाद पड़ गई। अगर यहाँ के अहमदियों की कोशिशें इखलास से होंगी, इबादतों के मयार होंगे, तो इंशाअल्लाह जमात की तरक्की की यहाँ भी समझेंगे बुनियाद पड़ गई है। अब बस अपनी इबादतों और इखलास के मयार बढ़ाते चले जाएँ, अपनी नस्लों में भी इस इखलास और दुआ की अहमियत और इबादत की अहमियत को मुंतकिल करते चले जाएं, तो इस मादी दुनिया के दिलदादों में भी हमें इनकलाब पैदा होता देखेंगे। हज़रत मसीह मौऊद अलैहिस्सलाम फरमाते हैं, मस्जिदों की असल ज़ीनत इमारतों के साथ नहीं है, बल्कि उन नमाजियों के साथ है जो इखलास के साथ नमाज़ पढ़ते हैं। अल्लाह ताला सबको तौफीक दे कि वो इखलास के साथ नमाज़ें पढ़ने वाले हों और इस मस्जिद को आबाद करने वाले हों। अल्लाह ताला हमारी दुआओं और इबादतों को भी कबूल फरमाए। الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.